ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? ഞാനിന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോൺ വെജ്. അപ്പോൾ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു അരമണിക്കൂർ മുന്നേ ഇങ്ങനെ കായം തേച്ച് വെച്ചത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, സവാള, ഇതെല്ലാതും കൂടെ മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. ചിക്കനും മസാലകളൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 കിലോനാണ്, 1/2 കിലോന്, 2 കിലോനൊക്കെ എടുക്കുകയാണെങ്കിലും എല്ലാ മസാലയുടെ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് മൈദ. ഇനി ഇത് കുഴക്കാനുള്ള വെള്ളം. എത്രയാണ് വെള്ളം വേണ്ടത് വെച്ചെങ്കിൽ അത്ര നന്നായി കുഴച്ചെടുക്കണം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ട, നന്നായി കുഴച്ച് ഇതേ പരുവത്തിലാക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഒരു ഉരുളെടുത്തിട്ട് നമുക്ക് പരത്തണം കേട്ടോ. നന്നായി വട്ടനെ പരത്തിയിട്ട് കാണിക്കും. വട്ടനെ നന്നായി പരത്തി കനം കുറച്ച് മുറിക്കണം. ഇങ്ങനെ പരത്തണം. കനം കുറച്ച് പരത്തിട്ട് വേണം ഈ ഫില്ലിങ് വെക്കാൻ. ഈ വട്ടനെ പരത്തിയത് നമുക്ക് ഇനി ചതുരത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഈ സമചതുരാക്കി മുറിച്ചതിനെ ഇനി 4 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ചിക്കനിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഇത്ര വേണ്ട, ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതിനെങ്ങോട്ട് മടക്കുക. ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാവും. എന്നതിൻ്റെ ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഇവിടെ ഡിസൈൻ വെച്ചെടുക്കുക. ഇങ്ങനെ നന്നായി ഇങ്ങനെ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. എന്നിട്ട് ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം അങ്ങനെ 2 ഭാഗം അങ്ങനെ പിടിക്കുക. അപ്പോൾ ഒരു ചോക്ലേറ്റ് പോലെ ആയി. ഇങ്ങനെ ഈ പരത്തിയതിൻ്റെ ഉള്ളിൽ നമുക്ക് ചോക്ലേറ്റ് വെക്കുക, വെജ് വെക്കുക, ബീഫ് വെക്കുക, എന്താണ് നമ്മൾക്ക് ഇഷ്ടമുള്ള പൊട്ടാറ്റോ മസാല വെക്കുക, എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കുക. അപ്പോൾ ഇതേപോലെ ആവും. കണ്ട, മൈദ പരത്തിയിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെയൊക്കെ പരത്തി ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായി ചൂടായിട്ട് ഇനി ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ നന്നായി ഫ്രൈ ആയിട്ടിപ്പോൾ നമുക്ക് വറുത്ത് കോരാട്ടാണ്, കോരിയെടുക്കുക. എണ്ണ വടിയണ്ട. ഫ്രൈ ആയിട്ട് ഇനി നമുക്ക് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഈവനിങ് സ്നാക്സാണ്, നോൺ വെജാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും കോളേജ് വിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇനി ഞാൻ ഒന്ന് എടുത്തിട്ട് കഴിച്ച് നോക്കട്ടെ കേട്ടോ.
കണ്ട നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ട് സോസൊക്കെ മുക്കിയിട്ട് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.